ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ 2024 മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്ന 16 ക്വസ്റ്റ്യൻസ് മുതൽ 30 ക്വസ്റ്റ്യൻസ് വരെയാണ്. 15 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ടൈം കളയാതെ ഡിസ്കഷനിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. എ കമ്പനി പെയ്ഡ് എ ഡിവിഡൻഡ് ഓഫ് rupees 3.70 in the previous year. The dividends in the future are expected to grow at the rate of 8%. What is the value of share price today if the market capitalized dividend at 12%? സോ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ഗ്രോത്ത് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഫ്യൂച്ചർ എക്സ്പെക്ടഡ് ടു ഗ്രോത്ത് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? നമുക്ക് 8% എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ നമുക്ക് കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അറിയാം, 12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കമ്പനി എത്രയാണ് കമ്പനി ഒരു ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. 3.7 ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഗോർഡന്റെ അല്ലെ ഗ്രോത്ത് മോഡലാണ്. പ്രൊഫസർ ഗോർഡന്റെ ഗ്രോത്ത് മോഡലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഗ്രോത്ത് മോഡലാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോ എന്താണ് ഗ്രോത്ത് മോഡലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം, P0 ഈക്വൽസ് D1 ഡിവൈഡ് ബൈ R മൈനസ് ജി. D1 എന്താണ്? നമുക്കറിയാം, നമ്മളുടെ ഇവിടെ നമുക്ക് D0 ആയി തന്നിരിക്കുന്നത്. D0 ആയി തന്നിരിക്കുന്നത്. ഇനി എത്രയാണ് നമ്മളുടെ ഗ്രോ ചെയ്യുമ്പോൾ വാല്യൂ എന്നുള്ളതാണ് എന്ത്? D1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതെന്താ ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് R നമുക്ക് അറിയുന്നുണ്ട്. ഇവിടെ നമുക്ക് 12% എന്ന് തന്നിട്ടുണ്ട് അല്ലെ. 12% തന്നിട്ടുണ്ട്. സോ R ഈക്വൽസ് നമുക്ക് 0.12 എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് 12%. എഗെയിൻ നമുക്ക് ഗ്രോത്ത് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. G എന്ന് പറയുന്നത് 8% എന്നാണ് പറയുന്നത്. 8% എന്ന് പറഞ്ഞാൽ നമുക്ക് 0.08 എന്ന് എഴുതാൻ പറ്റും അല്ലെ. 0.08 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 8%. അപ്പൊ ആറും ജിയും നമുക്കുണ്ട്. നമുക്കിനി കണ്ടെത്തേണ്ടത് എന്താണ്? D1 ആണ് കണ്ടെത്തേണ്ടത് അല്ലെ. D1 കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? D0 നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു 1 പ്ലസ് ജി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അപ്പൊ D0 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യം? 3.7 നമുക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു 1 പ്ലസ് ജി. 1 പ്ലസ് ഗ്രോത്ത് എത്രയാണ്? ഗ്രോ ചെയ്യുന്ന പറയുന്നത് നമ്മളോട് എത്ര പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഗ്രോ 0.08, അതായത് 8%. 0.08 വരും. സോ ദാറ്റ് ഈസ് 3.7 ഇൻറ്റു 1.08 വരും അല്ലെ. 1.08 വരും. അത് അറൗണ്ട് നമുക്ക് വരുന്നത് എത്രയാണ്? 3.996 ആണ്. 3.996 നമുക്ക് എന്തെടുക്കാമത്? 4 ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് P0യിലേക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് D1 എത്ര കിട്ടി? 4 കിട്ടി. എഗെയിൻ R നമുക്ക് കിട്ടി എത്രയായിരുന്നു? 0.12 മൈനസ് 0.08 അല്ലെ. 08. അപ്പൊ 4 ഡിവൈഡ് ബൈ 0.04 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. നമുക്ക് എത്ര കിട്ടും? വാല്യൂ 100 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ആൻസർ ഈസ് എത്രയാണ്? വാല്യൂ ഓഫ് ഷെയർ പ്രൈസ് ടുഡേ എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ്. ₹100 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രോത്ത് മോഡൽ എന്ത് ചെയ്തോളാം? ഈ ഗ്രോത്ത് മോഡലിന്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഇതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? D1 കണ്ടെത്തേണ്ട കാര്യം എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെച്ചോളാം. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഗ്രോത്ത് റേറ്റ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് എന്ത്? ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോർ എ ഗീവൻ സെറ്റ് ഓഫ് പെയർ ഡേറ്റ, ദ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് ആസ് ബീങ് ഈക്വൽ ടു R. BYX ആൻഡ് BXY. R is equal to BYX into BXY നമുക്ക് അറിയാം റെസ്പെക്റ്റീവ്ലി. നൗ ഈച്ച് ഓഫ് ദ വാല്യൂസ് ഇൻ ദ X സീരീസ് ഈസ് ഡിവൈഡ് ബൈ 4. എല്ലാ വാല്യൂസും X സീരീസിലെ വാല്യൂസ് ഒക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. വാട്ട് എഫക്ട് ഡസ് ഇറ്റ് ഹാവ് ഓൺ ദർ കോഎഫിഷ്യന്റ്? അവരുടെ കോഎഫിഷ്യൻസിൽ എന്ത് മാറ്റമാണ്? അതായത് BXYയിലും BYXയിലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താണ് ഇവിടെ വരുന്നത്? നമുക്കറിയാം R ഈസ് ഈക്വൽ ടു BXY ഇൻറ്റു BYX എന്നുള്ള കാര്യം നമുക്കറിയാലോ. കോറിലേഷൻ കാണാൻ വേണ്ടി റിഗ്രഷൻ ആൻഡ് ഡിക്കേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോറിലേഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എക്സ് സീരീസിലെ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വാല്യൂസിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ എല്ലാ വാല്യൂസിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആറിൽ എന്ത് സംഭവിക്കത്തില്ല? പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ ഇവിടെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ R എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം 4 ആണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത് ഏതിന്റെ? X വാല്യൂസിന്റെ ആണ്.
സോ നമുക്കറിയാം ഇവിടെ ഇവിടെ പറയുന്നുണ്ട് എന്ത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് BYX ചേഞ്ച് ടു BYX ഡിവൈഡ് ബൈ 4 ആൻഡ് BXY ചേഞ്ചസ് ടു 4BXY എന്നാണ് വരുന്നത്. സോ ശരിക്കും ഡിവൈഡ് ചെയ്യുന്ന ഏത് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എക്സിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ വരുന്നത് എങ്ങനെയാണ് BXY ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും വരിക. സോ നമ്മളുടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ R, ബട്ട് BYX ചേഞ്ചസ് ടു 4BXY എന്തായി മാറും, 4BYX ആയി മാറും, 4 ആയി മാറും, ഇൻറ്റു ആയിട്ട് വരും. അതായത് 4ന്റെ ചേഞ്ച് വരുന്ന ഏതിലാണ്, എക്സ് വാല്യൂസിലാണ് വരുന്നത്. സോ അതുകൊണ്ട് വൈയുടെ വാല്യൂ ഗൈഡ് കേസ് വരുമ്പോൾ BYX ഇൻറ്റു ചെയ്യും 4 കൊണ്ട്. അതുപോലെ തന്നെ BXY എന്താവും, BXY ഡിവൈഡ് ബൈ 4 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇതാണ് 17th ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ ആയിട്ട് ഏത് പറയാനായിട്ട് പറ്റും, ആൻസർ 4 ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻസർ 4 ആണ് ഇതിന് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതെന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. R ഈക്വൽസ് BXY ഇൻറ്റു BYX എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് ചെയ്യരുത്, നമ്മൾ മറക്കാനായിട്ട് പാടില്ല. റിഗ്രഷൻ ഇക്വേഷൻ ആണ്, റിഗ്രഷൻ ലൈൻസ് ആണ്. BXYയും BYX എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. നിങ്ങൾ നമ്മൾ കമന്റ് സെക്ഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ അത് ക്ലാരിറ്റി ആയിട്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. ക്ലിയർ ആയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ഫോളോയിങ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ലിസ്റ്റ് 1 കൺസ്യൂമർ നീഡ്സ്, അതുപോലെ തന്നെ കൺസ്യൂമർ മോട്ടിവേഷൻ, കൺസ്യൂമേഴ്സ് പെർസെപ്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ കൺസ്യൂമേഴ്സ് ഇമോഷൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലിസ്റ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ the process by which we select, organize and interpret inputs to create a meaningful picture of the world, and in a mental state that arise spontaneously reflect the people's positive or negative reaction to internal and external stimuli when directed to specific objectives that may satisfy need, when an aroused to sufficient level to drive one to act. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് കൺസ്യൂമർ നീഡ്സ് അല്ലെ, നമ്മളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ അർജാണ് എന്ത്, നമ്മളുടെ നീഡ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കൺസ്യൂം ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം അല്ലെ, നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ആവശ്യം വരുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യുന്നത്, നീഡ് ഉടലെടുക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ നീഡ് നമുക്ക് ഏതിലേക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റും, when aroused to sufficient level to drive one to act. ഒരാളെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആ ഒരു ഘടകത്തെയാണ് എന്ത് പറയുന്നത് കൺസ്യൂമർ നീഡ്സ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കൺസ്യൂമർ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ പോകും അല്ലെ, ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവിലേക്ക് പോകും. ദാറ്റ് ഈസ് അതെന്തായിരിക്കണം, നമ്മളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തേർഡ് ഓപ്ഷനിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഡയറക്റ്റഡ് ടു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് മേ സാറ്റിസ്ഫൈ നീഡ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. സോ ഇനി കൺസ്യൂമർ പെർസെപ്ഷൻ എന്താണ്, അത് പെർസെപ്ഷൻ ഈസ് ഡിഫറെന്റ് ടു ഇൻഡിവിജ്വൽ. അതാണ് നമുക്കറിയാം. അതായത് ഓരോ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് എന്ത് ചെയ്യും, അത് മാറും. ഇപ്പൊ എന്റെ പെർസെപ്ഷൻ ആയിരിക്കില്ല നിങ്ങളേത്, മറ്റൊരാളുടെ പെർസെപ്ഷൻ ആയിരിക്കില്ല നമ്മുടേത്. അങ്ങനെ എന്ത് ചെയ്യും, പെർസെപ്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. സോ പെർസെപ്ഷൻ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ്, ഒരാളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഒരാളെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ, ഒരാളെ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് എന്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്കറിയാം, ദ പ്രോസസ് ബൈ വിച്ച് വി സെലക്ട്, ഓർഗനൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഇൻപുട്സ് ടു ക്രിയേറ്റ് എ മീനിങ്ഫുൾ പിക്ചർ ഓഫ് ദ വേൾഡ്, അതാണ് എന്ത് കൺസ്യൂമർ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇമോഷൻ നമുക്കറിയാം, രണ്ടാമത്തെ ഓപ്ഷൻ ആണുള്ളത്, എ മെന്റൽ സ്റ്റേറ്റ് that arise spontaneously reflect the people's positive or negative reaction to internal and external stimuli എന്ന് പറയുന്ന ഓപ്ഷൻ ആണുള്ളത്. സോ നമുക്കിവിടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്, ഏതാണ്, A4 ആണ്. അതുപോലെ B ഏതാ വരുന്നത്, B വരുന്നത് 3 ആണ് അല്ലെ, B3 വരുന്നുണ്ട്. C വരുന്നത് 1 ആണ്. അതുപോലെ തന്നെ C വരുന്നത് 1 അല്ലല്ലോ, സോറി, C വരുന്നത് 2 ആണ്, D വരുന്നത് 1 ആണ്. നമ്മളുടെ ഓപ്ഷൻ നമുക്ക് ഏതായിട്ട് പറയാൻ പറ്റും, ഓപ്ഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷൻ A4 അല്ലെ, നമ്മൾ പറഞ്ഞു A4 ആണ്, B3 ആണ്, C ആണല്ലേ 1. ഓക്കെ, സോറി, C തന്നെയാണ് 1 കേട്ടോ, C തന്നെയാണ് 1, എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. D ആണ് 2. നമ്മുടെ ഓപ്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 1 നമ്മുടെ ആൻസർ കിടക്കുന്നുണ്ട്. A is 4, B is 3, C is 1 and D is 2 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണിത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1-to-1 മാർക്കറ്റിംഗ് or relationship marketing does not include, okay, first one, identifying the customer, differentiating the customer, loyal customers are cheaper to serve,
ഇന്ററാക്ടിങ് വിത്ത് കസ്റ്റമർ. എന്താണ് 1-to-1 മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? അതായത് ഒരു പേഴ്സണലൈസ്ഡ് ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് ആണ് എന്ത് 1-to-1 മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒരു പേഴ്സണലൈസ്ഡ് ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് ആണ് എന്ന് പറയുന്നത് നമ്മളുടെ 1-to-1 മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അവിടെ എന്തായാലും എന്താണ് നമുക്ക് കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യണം. റൈറ്റ് ആണ്. കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഇന്ററാക്ഷന്റെ ബേസിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇന്ററാക്ഷനും അവിടെ വരുന്നുണ്ട്. സോ ഇവിടെ വരുന്ന ആൻസർ എന്തുവാണ്? ലോയൽ കസ്റ്റമേഴ്സ് ആർ ചീപ്പർ ടു സെർവ്. ലോയൽ കസ്റ്റമേഴ്സ് ആർ ചീപ്പർ ടു സെർവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് പറയുന്നത്. ഇത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗുമായിട്ട് ഒരു ചേർന്ന് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ അവിടെ 1-to-1 മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കേസിൽ അതായത് ലോയൽ കസ്റ്റമേഴ്സ് ആർ ചീപ്പർ ടു സെർവ് കോൺസെപ്റ്റ് ക്ലിയർ ആണ്. പക്ഷെ 1-to-1 മാർക്കറ്റിൽ എന്തില്ല, അത് വരുന്നില്ല. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ലോയൽ കസ്റ്റമേഴ്സ് ആർ ചീപ്പർ ടു സെർവ് എന്ന് പറയുന്നത്. സോ ഡസ് നോട്ട് ഇൻക്ലൂഡ് അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ 3 എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ 3 നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ 1-to-1 മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് among the following is not needed in communication എന്നാണ്. വിച്ച് among the following is not needed in communication. കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? നമുക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് ഒന്ന് എഴുതി വെക്കാം അല്ലെ. കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഒരു മെസ്സേജ് വേണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മെസ്സേജ് എൻകോഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നുണ്ട്. ദെൻ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ദെൻ പിന്നെന്താ വരുന്നത്? ഡീകോഡ് ചെയ്യുന്നു. ദെൻ എന്താണ്? ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ വരും. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക്. ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. നോക്ക് വായിച്ചു നോക്കാം. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഡിസെമിനേറ്റ് ദ ഗോൾസ് ഓഫ് ആൻ എന്റർപ്രൈസ്. ക്ലിയർ അല്ലേ? ഇത് കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ടു ഡെവലപ്പ് പ്ലാൻസ് ഫോർ ദെയർ അച്ചീവ്മെന്റ്. ഇതും എന്താണ്? റൈറ്റ് ആണ്. നമ്മളുടെ പ്ലാൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ചാനൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ വരേണ്ടത്. ക്ലിയർ അല്ലേ? ടു കൺട്രോൾ പെർഫോമൻസ്. അതും എന്താണ്? റൈറ്റ് ആണ്. ടു കൺട്രോൾ പെർഫോമൻസ് എന്താണ്? റൈറ്റ് ആൻസർ ആണ്. കമ്മ്യൂണിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. ഇനി നോക്കിയേ, ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഓവർലോഡ്. അതായത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേർഡനായി മാറും. അതായത് ഒരുപാട് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. അപ്പൊ നടപ്പാക്കാൻ എന്ത് ചെയ്യും? ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ്റെ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ എന്താണ്? സിമ്പിൾ ആയിരിക്കണം. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കൊടുക്കണം. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പാസ് ചെയ്യണം. അല്ലാതെ എല്ലാം കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് പാസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് ഹിൻഡർ ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. നോട്ട് ഇൻക്ലൂഡഡിൽ വരുന്നത് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ്. സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മോഡ് ഈക്വൽസ് 3 മീഡിയൻ -2 മീൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്തു വരുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും ഓപ്ഷൻ ഒക്കെ റൈറ്റ് ആണല്ലേ. ഈ ഇക്വേഷൻ വെച്ച് വരുമ്പോൾ സമയത്ത് റൈറ്റ് ആണ്. ഇനി നോക്കിയേ മൂന്നാമത്തെ ഓപ്ഷനിൽ വരുന്നത് 3 മീഡിയൻ 1/2 ഇൻറ്റു 3 മീഡിയൻ പ്ലസ് മോഡാണ്. സോ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1/2 3 മീഡിയൻ മൈനസ് മോഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡിറൈവ് കിട്ടുന്നത്. അതുപോലെ തന്നെ അവസാനത്തെ ആൻസർ എന്താണ്? റൈറ്റ് ആണ്. 3 മീൻ പ്ലസ് മോഡ് ഈക്വൽസ് 3 മീഡിയൻ പ്ലസ് മീൻ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? കറക്റ്റ് ആണ്. സോ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്? ഓപ്ഷൻ 3 തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ശരിക്കും മൈനസ് ആണ് വരേണ്ടത്, പ്ലസ് അല്ല വരേണ്ടതുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് ഫോർമുല ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ കറക്റ്റ് ഫോർമുല ഇതിൽ ഏതാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കണ്ടെത്താനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതില് ഓപ്ഷൻ അല്ലാത്ത, അതായത് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കാണുന്നുണ്ട്. അത് ശരിക്കും BEPന്റെ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ ആണോ? അല്ല, അത് PV റേഷ്യോയുടെ ഇക്വേഷൻ ആണ്. എന്ത്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. സോ നമുക്ക് അപ്പോൾ അവിടെ ഓപ്ഷൻ സി എന്തായാലും ഉണ്ടാവില്ല. ആൻസറിൽ ഓപ്ഷൻ സി ഒരിക്കലും ഉണ്ടാവത്തില്ല. ഓപ്ഷൻ സി ഉണ്ടാവത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ ഏതാണ്? നമുക്ക് നോക്കുകയെ ABDE എന്ന് പറയുന്നത് അല്ലേ? ABDE എന്ന് പറയുന്ന ഇക്വേഷൻ ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് മൂന്നാമത്തെ ഓപ്ഷനാണ്. സോ PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ പഠിച്ചോളാം. അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മാറിപ്പോവാനായിട്ട് ഇടവരരുത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ലിസ്റ്റ് 1 ടു മാച്ച് ലിസ്റ്റ് 2 ആണ്. ലിസ്റ്റ് 1 സെക്യൂരിറ്റീസ് പ്രീമിയം, പേറ്റന്റ്, അതുപോലെ തന്നെ പേറ്റന്റ് ആണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഷോർട്ട് ടേം ലോൺ ആൻഡ് അഡ്വാൻസ്, സ്ട്രേറ്റ് പേയബിൾ, ഇങ്ങനെ പറയുന്ന 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ലിസ്റ്റ് 2 കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, റിസർവ് ആൻഡ് സർപ്ലസ്. ക്ലിയർ ആണ്. നമുക്ക് ഇതിൽ വലിയ ഡൗട്ട്സ് ഒന്നും വരാനുള്ള കാര്യമില്ല. സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റ് വാല്യൂ, ഗുഡ് വിൽ ഒക്കെ കൂടുതലാണെങ്കിൽ നമ്മുടെ ഷെയറിന്റെ പ്രൈസ് ഇപ്പോൾ 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് മാറും? 100 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഷെയറിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഷെയറിന്റെ പ്രൈസ് മാറും. സോ അത് 100 എന്നുള്ളത് ചിലപ്പോൾ എന്താവും? 100 എന്നുള്ളത് 120 ഒക്കെ ആവും. സോ ആ പ്രീമിയം എമൗണ്ട് എന്താണ്? റിസർവ് ആൻഡ് സർപ്ലസിലേക്കാണ് പോകുന്നത്. പേറ്റന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള പറയുന്നത് നമുക്കറിയാം. ഇനി ട്രേഡ് പേയബിൾ എപ്പോഴും എന്താണ്? നമ്മൾ കൊടുക്കാനുള്ളതാണ്. സോ ദാറ്റ് ഈസ് കറണ്ട് ലയബിലിറ്റി. ഇനി ഷോർട്ട് ടേം ലോൺ അഡ്വാൻസ്, നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് നമുക്ക് എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യും? 1 ഇയറിനുള്ളിൽ റിസീവ് ചെയ്യും. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും പ്രത്യേകം നിങ്ങൾക്ക് അറിയാം അല്ലെ? അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് റിസീവ് ചെയ്യാനും പേ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള അസറ്റിന്റെ ലയബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. കറണ്ട് അസറ്റ് ആണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഇവിടെ എന്തായിരിക്കും? നമ്മുടെ ഓപ്ഷൻ എയ്സ് 4 ആണ്. എയ്സ് 4, ബീസ് 3. സി എന്താണ്? 2. എയ്സ് 4, ബീസ് 3, സി എന്താണ്? പറയുന്നത്? സി നമുക്കറിയാം, സീസ് 2 ആണല്ലേ? സീസ് 2 ആണ്. അതുപോലെ തന്നെ ഡി എന്താണ്? ഡി പറയുന്നത് എന്താണ്? നോക്കി ആൻസർ ഒന്ന് ജസ്റ്റ് നോക്കി. എയ്സ് 4, ബീസ് 3, ബീസ് 3, സി ഈസ് 2, ആൻഡ് ഡി ഈസ് 1. ഓക്കെ, ക്ലിയർ. നമുക്ക് കിട്ടി ഡി ഈസ് 1. ഓപ്ഷൻ 3 ആണ് എന്ത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വെൻ ക്യാൻ ബ്രാൻഡ് എക്സ്റ്റൻഷൻ നോട്ട് ഫെയിൽ? എന്നുള്ളതാണ് ഫസ്റ്റ് ആൻസർ. നിങ്ങൾ നോക്കി ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ, ഇഫ് വിത്തൗട്ട് ഓഫറിംഗ് എനി ഫങ്ഷണൽ ഓർ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്. ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാണ് നമുക്കുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ അത് പോസിബിൾ ആണെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം? നമുക്ക് യോജിച്ച് നിൽക്കണം. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇഫ് വിത്തൗട്ട് ഓഫറിംഗ് എനി ഫങ്ഷണൽ ഓർ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്. ഇഫ് വിത്തൗട്ട് ഓഫറിംഗ് എനി ഫങ്ഷണൽ ഓർ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ ഏതെങ്കിലും അല്ലെ, ഒരു നോട്ട് ഫെയിൽ ആവാത്ത അവസ്ഥയാണ് പറയുന്നത്. നോട്ട് ഫെയിൽ. ഓക്കെ, അപ്പൊ ഇതെന്താവും? ഫെയിൽ ആവും. അതായത് വിത്തൗട്ട് ഓഫറിംഗ് ആണ്. വിത്തൗട്ട് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ഫെയിൽ ആവും എന്നുള്ളത്. ഓക്കെ, മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? ബ്രാൻഡ് എക്സ്റ്റൻഷൻ പോസിബിൾ ആവത്തില്ല. ഇഫ് എക്സ്റ്റൻഷൻ ഇസ് ഡൺ കൺസിഡറിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി ദാൻ ഓൾട്ടർനേറ്റീവ് ലോഞ്ച് സ്ട്രാറ്റജി. അതായത് നമ്മൾ ബ്രാൻഡ് എക്സ്റ്റൻഷൻ നടത്തുന്നത് അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആവേണ്ട മാർഗം മാത്രമാണെങ്കിൽ എന്താവത്തില്ല? അതും എഫക്റ്റീവ് നമുക്ക്
ആക്കാനായിട്ട് പറ്റത്തില്ല. കാരണം പ്രോപ്പറായിട്ട് കൺസ്യൂമർ എന്ത് ചെയ്യണം, ബോധിപ്പിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊഡക്റ്റിൽ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കോംപ്രമൈസ് വരുത്താനായിട്ട് പാടില്ല. മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കിയേ, ഈ മാനേജ്മെന്റ് ഡു നോട്ട് പ്രൊവൈഡ് ഇനഫ് ഫണ്ട്സ് ബിലീവ് ദാറ്റ് ദ സ്പിൻ ഓഫ് എഫക്ട്സ് ഫ്രം ഒറിജിനൽ ബ്രാൻഡ് നെയിം വിൽ കോമ്പൻസേറ്റ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ ഇത് ബ്രാൻഡ് എക്സ്റ്റൻഷനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതും എന്താവത്തില്ല, എഫക്റ്റീവ് ആവത്തില്ല. ആൻസർ 4 ആയിരിക്കും എന്ന് നമുക്കറിയാം. ജസ്റ്റ് വായിച്ചു നോക്കാം. ഇഫ് കസ്റ്റമേഴ്സ് ആട്രിബ്യൂട്ട് ദ ക്വാളിറ്റി അസോസിയേഷൻ ദേ ഹാവ് ദ ഒറിജിനൽ ബ്രാൻഡ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. അതായത് കൺസ്യൂമർ എന്ത് ചെയ്യാണ്, പ്രോപ്പറായിട്ട് ആ വിശ്വാസം അവരുടെ ക്വാളിറ്റിയിലുള്ള വിശ്വാസം പുതിയ പ്രൊഡക്റ്റിലും കാണിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെയിൽ ആവാത്തൊരവസ്ഥ വരും. ദാറ്റ് ഈസ് ആൻസർ ഈസ് 4 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ആൻസർ ഈസ് 4. ക്ലിയർ അല്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആൻസർ ഇവിടെ എന്താണ് വരുന്നത്, 4 ആണ് ആൻസർ വരുന്നത്. സോ ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടൊന്ന് അനലൈസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് ഡോക്യുമെന്റ് യൂസ്ഡ് ഇൻ ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിൽ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അല്ലാത്തത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്യുമെന്റ് അല്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ബൈ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ? സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഡോക്യുമെന്റ് സർട്ടിഫൈ ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് ദ ഗുഡ്സ്. സർട്ടിഫൈ ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് ഗുഡ്സ്. ഒറിജിൻ ഓഫ് ഗുഡ്സ് ആണ് എന്ത് പറയുന്നത്, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ പറയുന്നത്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? നമ്മളുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് ഉണ്ടാക്കുന്നത്? ഇറ്റ്സ് എ റിട്ടൺ ഓർഡർ ഫ്രം ദ എക്സ്പോർട്ടർ ടു ഇമ്പോർട്ടർ. റിട്ടൺ ഓർഡർ ഫ്രം ദ എക്സ്പോർട്ടർ, ഇമ്പോർട്ടർ ആണല്ലേ, ഇമ്പോർട്ടർ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ന സമയത്ത് ഇന്ന ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാഷ് അടയ്ക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഏതൊരു ഫോറിൻ ട്രേഡിലും അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് വേണം, ഇൻഷുറൻസിന്റെ ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. ഇനി ബിൽ ഓഫ് ലാൻഡിങ് എന്നാണ് പറയുന്നത്. ബിൽ ഓഫ് ലാൻഡിങ് അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ബിൽ ഓഫ് ലേഡിങ് ആണല്ലേ. LADING ആണ്, LADING ആണ്. ഇറ്റ് സെർവ് ആസ് എ റെസിപ്റ്റ് ഫോർ ഷിപ്പ്ഡ് ഗുഡ്സ്. ഇറ്റ് സെർവ്സ് ആസ് എ റെസിപ്റ്റ് ഫോർ എന്താണ്, ഷിപ്പ്ഡ് ഗുഡ്സ് ആണ് വരുന്നത്. സോ ബിൽ ഓഫ് ലാൻഡിങ് അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സോ 1 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇൻക്ലൂഡ്. ഏതൊക്കെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ 3 ആൻസർ ആണ് എന്ത് ചെയ്യേണ്ടത്, 3 ആൻസർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു വരുന്നത്? മെത്തേഡ്സിൽ ഏതൊക്കെയാണ് വരിക? നമുക്ക് പറയാനായിട്ട് പറ്റും കൺസ്യൂമർ സർവേ മെത്തേഡ് അല്ലെ. കൺസ്യൂമർ സർവേ മെത്തേഡ് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കൺസ്യൂമർ സർവേ മെത്തേഡ് നമുക്കറിയാം, സർവേ നമ്മൾ നടത്തുന്നുണ്ട് അല്ലെ. സർവേ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റ് എക്സ്പെരിമെന്റ് നമുക്ക് നടത്താൻ പറ്റും. മാർക്കറ്റ് എക്സ്പെരിമെന്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഇൻ ഡിഫറെന്റ് മാർക്കറ്റ്സ് അല്ലെ. ടെസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഇൻ ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് മാർക്കറ്റ്സിൽ നമ്മൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ഡിഫറെന്റ് കസ്റ്റമേഴ്സ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അതുകൊണ്ട് നോട്ട് ചെയ്യുക. അണ്ടർ ഡിഫറെന്റ് കസ്റ്റമേഴ്സ്, ടെസ്റ്റിംഗ് പ്രൊഡക്ട്സ് ഇൻ ഡിഫറെന്റ് മാർക്കറ്റ്സ് അണ്ടർ ഡിഫറെന്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, എൻ്റെ എഴുത്ത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇനി എക്കണോമിക് മെട്രിക് മെത്തേഡിൽ എന്താണ്? എക്കണോമിക് മെട്രിക് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ഡേറ്റ ആണ് അല്ലെ. പാസ്റ്റ് ഡേറ്റ യൂസ് ചെയ്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിലേഷൻഷിപ്സ് നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെത്തേഡ്, ഈ 3 മെത്തേഡ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ജനറൽ ഒപ്പീനിയൻ നമ്മൾ എടുക്കാറുണ്ടോ? ജനറൽ ഒപ്പീനിയൻ ആണോ എടുക്കുക? അല്ല, എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ് നമ്മൾ എടുക്കുക. ഇനി ഫ്ലക്ച്വേഷൻ ലെസ് മാർക്കറ്റിംഗ്, ഇത് രണ്ടും എന്തല്ല നമ്മളുടെ മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വരുന്നതല്ല. സോ ABC ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓപ്ഷൻ 1 ആണ് എന്ത് വരുന്നത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ബേസിക് കൺട്രോൾ പ്രോസസ് ഇൻവോൾവ്സ്. കൺട്രോൾ പ്രോസസ്സ് എന്താണ്? നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റാൻഡേർഡ് ആദ്യം ഫിക്സ് ചെയ്യണം.
ദെൻ ലാസ്റ്റ് വൺ നമുക്ക് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം അല്ലേ. നമുക്ക് കൺട്രോൾ പ്രോസസ്സ് ഒന്ന് എഴുതി നോക്കാം. കൺട്രോൾ പ്രോസസ്സ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്ക് കൺട്രോൾ പ്രോസസ്സ് ഒന്ന് എഴുതിയോ. കൺട്രോൾ പ്രോസസ്സ് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞേ, കൺട്രോൾ പ്രോസസ്സ് എന്താണ്. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷിംഗ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. രണ്ടാമത്തെ എന്തായിരിക്കും, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. എന്ന് പറയുന്ന പെർഫോമൻസ് ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് എന്താണ്, ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് വരും. ദെൻ ഫോർത്ത് വൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ദ റീസൺ ഫോർ ഡീവിയേഷൻ. വരുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ വരുന്നത് നമ്മളത് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കൂലേ. ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. അതായത് ഡീവിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻ എടുക്കും. സോ ഇവിടെ ഫസ്റ്റ് വരുന്നുണ്ട് എന്ത് വരുന്നുണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ഫീഡ്ബാക്ക് നമുക്ക് വരുന്നില്ല. കറക്ഷൻ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് വരുന്നുണ്ട് അല്ലേ. അതായത് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ, അതായത് ഡീവിയേഷനിലാണ് വരുന്നത്. ഫീഡ് ഫോർവേഡ് വരുന്നില്ല, കറക്ഷൻ സ്ട്രാറ്റജി വരുന്നില്ല. സോ എയും സിയും ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. എ ആൻഡ് സി, ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇതാണ് നമ്മളുടെ കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അടുത്തത്, അറേഞ്ച് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ഫോർമേഷൻ ഫ്രം ഏർലിയർ ടു ലേറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഒന്ന് നോക്കുക. ഇന്ത്യൻ ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് എന്താണ്, ഏർലി 19th സെഞ്ചുറിയാണ്. വരുന്നത്. സോ നെക്സ്റ്റ് വൺ, നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എവിടെ വരുന്നത്, അതിന്റെ ഇയർ എന്ന് പറയുന്നത് നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1954 ആണ് വരുന്നത്. 1954 ആണ്. ദെൻ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921 ആണ് വരുന്നത്. റിസർവ് ബാങ്ക് 1935 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാ വരുന്നത്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത് 1948ലാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻസ് ഏതൊക്കെ വരുന്നത്, ഫസ്റ്റ് വൺ ഏർലി ആണ്. ഫസ്റ്റ് എ വരും. ദെൻ വരുന്ന ഏതാണ്, എ കഴിഞ്ഞാൽ സി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഡി ആണ്. ഡി കഴിഞ്ഞാൽ വരുന്നത് ഇ ആണ്. ലാസ്റ്റ് ബി. എ സി ഡി ഇ ബി ആണ് വരുന്നത്. ഓപ്ഷൻ അപ്പോൾ എന്താണ്, ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ ഡൗട്ട് ഒന്നുമില്ല. ഇയേഴ്സ് എന്ത് ചെയ്യണം, ഇയേഴ്സ് നിങ്ങൾ ഒന്ന് പഠിച്ചെടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്ട്രോവേർഷൻ, എഗ്രീവ്നെസ്, കോൺഷ്യസ്നെസ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെ പറയുന്ന 4 ഓപ്ഷൻ ട്രേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ മീനിങ് ആണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, നമ്മോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. മീനിങ് ആണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. ലിസ്റ്റ് 2 അതിന് മീനിങ് കൊടുത്തിട്ടുണ്ട്. ദ ഡിഗ്രി ടു വിച്ച് someone is calm, enthusiastic, secure, often nervous, depressed and insecure. The degree to which someone is reliable, responsible, dependable, persistent, achievement oriented. The degree to which someone is good natured, cooperative and trusting. The degree to which someone is sociable, talkative, assertive and comfortable in relation with others. ഇതാണ് 4 ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഫസ്റ്റ് നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്ന് നോക്കാം അല്ലെ. ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ എന്താ വരുന്നത്, ഒരാളുടെ എത്രത്തോളം കാമായിരിക്കും, അയാളുടെ ഒരു മെന്റൽ സ്റ്റേറ്റിനെ, അല്ലെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ദ ഡിഗ്രി ടു വിച്ച് someone is calm, അതാണ് എന്ത്, ഓപ്ഷൻ ഡി ആണ് 1 ആയിട്ട് വരുന്നത് അല്ലെ. 1 ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് അല്ലെങ്കിൽ ഡിപ്പെൻഡബിൾ ആണ് അല്ലെ. ഡിപ്പെൻഡബിൾ ആണെന്ന് പറയുന്നതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം, സി ഓപ്ഷന്റെ ആൻസർ ആയിട്ട് വരുന്നത് ദ ഡിഗ്രി ടു വിച്ച് someone is reliable, responsible അല്ലേ. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തത്, ഡിഗ്രി ടു വിച്ച് someone is reliable, responsible, dependable, persistent and achievement oriented എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്.
ഈ നെക്സ്റ്റ് വൺ എഗ്രീബിൾനെസ് ആണ്. എഗ്രീബിൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ വരും? ഒരാള് എത്രത്തോളം നല്ല ഒരു കാര്യത്തോട് ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? എഗ്രിബിൾസിന്റെ ആ ഒരു കാര്യമാണ് വരുന്നത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ. അതായത് ഒരാൾ എത്രത്തോളമാണ് ഗുഡ് ആയിട്ടുള്ള നേച്ചർ ഉള്ളത്, അയാളെ ഒരു കാര്യത്തോടെ എങ്ങനെയൊക്കെ സമീപിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ട്രസ്റ്റ് വർത്തി എന്നുള്ള കാര്യമാണ് വരുന്നത്. അതായത് നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? 3 ആണ് നമ്മൾ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ എക്സ്ട്രോവേർഷൻ ആണ്. എക്സ്ട്രോവേർഷൻ എന്ന് പറഞ്ഞാൽ അതായത് someone is sociable, talkative, assertive and comfortable in relation with others. ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ എക്സ്ട്രോവേർഷന്റെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതായിരിക്കും? നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇഫ് ഈച്ച് ഓഫ് ദ വാല്യൂ ഓഫ് ദ സെറ്റ് ഓഫ് ഡാറ്റ ഇൻക്രീസസ് ബൈ 12? എന്താണ് ഒരു ഡാറ്റയുടെ എല്ലാ വാല്യൂസിലും 12 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കി നമുക്കറിയാം ഫസ്റ്റ് വൺ ഒരു 5 വാല്യൂസ് നോക്കാം. 10, 20, 30, 40, 50 ഇത്രയും വാല്യൂസ് നമ്മൾ എടുത്തു. അതിന്റെ മീൻ എങ്ങനെ വരിക? കേട്ടോ, സിഗ്മ എക്സ് ബൈ എൻ അല്ലേ വരുന്നത്. എക്സ് എന്ന് പറയുന്നത് 5, 4, 9, 12, 150 വരും. 150 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് 30 എന്ന് പറയും. 3, 15, 30 വരും ആൻസർ. ഇനി അതിനോട് നമ്മൾ 12 എല്ലാ വാല്യൂസും കൂട്ടി. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? 12 22ആയി, 32ആയി, 42ആയി, 52ആയി, 62 അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 150 മാറിയിട്ട് എത്രയാവും? 210 ആവും. 210 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് 42 വരുന്നത്. അപ്പൊ 30 42 സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ മീനിൽ എന്ത് സംഭവിക്കും? മീനിൽ 12 കൂടും, ആഡ് ചെയ്യും. സോ ഇൻക്രീസ് ദ മീൻ ബൈ 12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻക്രീസ് ദ മീൻ ബൈ 12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാം. താങ്ക് യു.